ഇപ്പോൾ സംഷാദ് മരക്കാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സംഷാദ് മരക്കാർ, വയനാട്ടിലെ ദുരന്തബാധിതരെ കോൺഗ്രസ് വഞ്ചിച്ചു എന്ന ഒരു തോന്നൽ പൊതുവെ ഉണ്ടായിരിക്കുകയാണ്. 100 വീട് വാഗ്ദാനം ചെയ്തിട്ട് ഒരു വീടിന്റെ പോലും പണി തുടങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പണി നടക്കുന്നു എന്ന് പറഞ്ഞത് വി.ഡി. സതീശനാണ്, പക്ഷേ അവിടെ പണി തുടങ്ങിയിട്ടില്ല എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന വിഷയമായി തന്നെ ഇത് മാറുകയാണ്. ഈ ഉയരുന്ന സംശയങ്ങളിൽ വ്യക്തത വരുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എത്തിയിരുന്നില്ല, എന്നാലും ചർച്ചയുടെ ചില ഭാഗങ്ങളൊക്കെ കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആങ്കർ എന്നുള്ള രീതി താങ്കളുടെ സംശയം കോൺഗ്രസിന്റെ പണം പിരിച്ചതിൽ മാത്രമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. കോൺഗ്രസ് പിരിച്ച തുകയെക്കുറിച്ചും അത് എത്ര തുക കിട്ടി എന്നുള്ളത് കൃത്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി. ഞങ്ങൾ വാങ്ങിയ ഭൂമിയും പറയുകയുണ്ടായി. ഭൂമിയുടെ ഒന്നാമത്തെ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി, രണ്ടാമത്തെ ഭൂമിയുടെ പേയ്മെന്റ് പൂർത്തിയായി, അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. താങ്കൾ ഈ ചോദ്യം ഒന്നും CPM-ന്റെ പ്രതിനിധിയായ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അടക്കം ഈ ചർച്ചയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ തിരിച്ചു നിങ്ങളോട് ചോദിക്കുന്നത്, കോൺഗ്രസ് പിരിച്ചപ്പോൾ 5 കോടി രൂപയെ കിട്ടിയുള്ളൂ എന്നുള്ളത് സംശയോക്തിയോടുകൂടിയാണ് നിങ്ങൾ കാണുന്നത്. അത്രയും കിട്ടിയിട്ടുണ്ടാകുമല്ലോ, അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ താങ്കൾക്ക് തോന്നുന്നുണ്ട്. ദേശീയ തലത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി പിരിച്ചിട്ട് കിട്ടിയ തുക എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയാണ്. അതിൽ താങ്കൾക്ക് സംശയമില്ല. ആ 92 ലക്ഷം രൂപയാണോ ദേശീയ തലത്തിൽ CPM പോലെയുള്ള ഒരു പാർട്ടി പിരിച്ചിട്ട് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം താങ്കൾക്കില്ല. DYFI 20 കോടി രൂപ കൊടുത്തത് CMDRF-ലേക്കാണോ എന്നുള്ളത് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഏത് അക്കൗണ്ടിലേക്ക്, CMDRF-ലേക്കാണോ DYFI-യുടെ 20 കോടി രൂപ കൊടുത്തത്? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് DYFI CMDRF-ന്റെ ഒരു രജിസ്റ്റേർഡ് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ആര് പണം കൊടുത്താൽ അതെന്താണ് ഇത്ര കാലമായിട്ട് DYFI-യുടെ ഭാഗത്തു നിന്നും അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പൊതുമധ്യത്തിലോ കാണിക്കാത്തത്? 1. 2, CM-ന്റെ പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറിയത് ഒരു വേദിയിൽ വെച്ച് CMDRF എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടാണ് ഈ പണത്തിന്റെ ക്രയവിക്രയം നടക്കുന്നത്. അപ്പൊ അന്ന്